നിങ്ങളൊരു ഡയലോഗ് കാച്ചി. അതപ്പോൾ ആൾക്കാർ, ഞാൻ തിരുവനന്തപുരത്ത് കണ്ട പല ആൾക്കാരും പറഞ്ഞത് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഉള്ള പേരുള്ള അപ്പോൾ ഷിബുണ്ട്. കൂടുതൽ കൂട്ടി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അല്ല, ഇത് ആരെങ്കിലും കൊള്ളിച്ചു പറഞ്ഞാണോ അതോ? അല്ലല്ല, സത്യത്തിൽ അത് ഈ ധർമ്മടം വന്നിട്ട് എൻ്റെ അടുത്ത് കാലത്ത് വന്ന് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉണ്ടാക്കിയൊരു കുഴപ്പമാണ്. ഈ ധർമ്മടം തിരുവനന്തപുരത്ത് ഇറങ്ങി കുറേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവെ കേരളത്തിലുണ്ട്. അപ്പൊ അതില് മൂപ്പര് ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെയാണല്ലോ വൈപ്പ് ആരോപണമുള്ളത്. അപ്പൊ അങ്ങനെ മൂപ്പര് വന്നിങ്ങനെ എന്താണ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ, എനിക്ക് ഒരു ചെറിയ കണ്ണൂരുണ്ടല്ലോ എൻ്റെ എനിക്കറിയാം. അപ്പൊ അത് ചോദിച്ചൊക്കെ വന്നപ്പോ എനിക്ക് ഞാൻ പറഞ്ഞു പോയത് സത്യത്തില് ഞാനത് ഇവിടെ പറഞ്ഞെങ്കിലും ആളുകള് എന്നെ ഒരു മൂലയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു പടം എടുത്തത് ഇതായിരിക്കുന്നു അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് പറഞ്ഞ് ട്രോൾ ചെയ്ത് രസകരമായ ട്രോളുകളാണ്. അല്ല, അത് ഒരു അതിനകത്തുള്ള രസകരമായ അംശത്തിന് പുറത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1957 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എപ്പോഴും മുഖ്യമന്ത്രിമാരും മന്ത്രിസഭകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM പുറത്താണെങ്കിലും ഇപ്പോൾ അച്യുതമേനോൻ 8 വർഷത്തോളം ഉണ്ടായി. CPM എപ്പോഴും 77 വർഷം ത്രിപുരയിലെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് വലിയൊരു തിരിച്ചറിവാണ്. അപ്പോൾ എന്തായാലും അതിൽ ഞാൻ കേമോന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ബംഗാളിൽ ഇപ്പോൾ ഒരു സീറ്റ് CPM കിട്ടി. ഞങ്ങൾക്ക് അവിടെ ഒരു സഹോദര പാർട്ടിയുണ്ട്, പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം. അതിൻ്റെ പ്രചരണത്തിന് എല്ലാ വർഷവും പോകാറുണ്ട് ഞാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആകെയുള്ള സീറ്റിൻ്റെ പകുതിയോളം സീറ്റിലാണ് CPM മത്സരിച്ചത്. 294 സീറ്റുണ്ടല്ലോ, ഏതാണ്ട് 150 സീറ്റിലാണ് മത്സരിച്ചത്. മത്സരത്തിൽ നിന്ന് പിന്മാറി, പക്ഷെ ഒരു സീറ്റ് കിട്ടി. അവിടെ കിട്ടിയ ശതമാനം 1.5% ബംഗാളിലെ CPMൻ്റെ പെർസെൻറ്റ്. അപ്പോൾ ഒരു ഭയങ്കര ലെഫ്റ്റ് ഡിക്ലൈൻ അല്ലേ. അപ്പോൾ ഈ ഡിക്ലൈൻ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ തിങ്കിങ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് വളർന്നു വരാൻ, ലെഫ്റ്റും പിന്നെ പുതിയ ചെറുപ്പക്കാരും തിങ്കിങ്, പുതിയൊരു തിങ്കിങ്, ഒരു ലെഫ്റ്റ് തിങ്കിങ്. യുവാക്കളെയൊക്കെ നോക്കേണ്ടത് വിഷ്ണുനാഥിൻ്റെയൊക്കെ ജോലിയല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.